നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ? 1000 വോട്ടും 3 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ 400 + 350 + 250 എന്നാണ് റിസൾട്ടെങ്കിൽ 400 ജയിക്കും. ബാക്കി 350 + 250 = 600 എന്ന് പറയുന്ന ഭൂരിപക്ഷ നമ്പർ തോക്കും. അതാണ് തിരഞ്ഞെടുപ്പിലെ കണക്കിൻ്റെ ലോജിക്ക്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പിന്നീട് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നടത്തേണ്ട ഭരണം, ആ സംവിധാനത്തെയാണ് ജനായത്ത ഭരണം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ക്ലബ്ബുകൾ മുതൽ സംഘടനാ തലങ്ങൾ വരെ വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു. സാർവത്രിക വോട്ടവകാശം എന്നുള്ള അവകാശത്തിന് വേണ്ടി എത്തിച്ചേർന്നതിൻ്റെ പുറകിൽ 17-ാം നൂറ്റാണ്ട് മുതൽ സുദീർഘമായ നിയമ പോരാട്ടങ്ങളടക്കമുള്ള പോരാട്ട ചരിത്രമുണ്ട്. പുരാതന ഏതൻസിലടക്കം പ്രഭുവർഗത്തിൻ്റെ മാത്രമായിരുന്നു വോട്ടവകാശം. സ്ത്രീകൾക്ക് 1920 വരെ പോലും തുല്യതയോടുള്ള വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ 1918 ഭൂവുടമകളായിട്ടുള്ള സ്ത്രീകൾക്ക് നിയന്ത്രിത വോട്ടവകാശം ഉണ്ടായിരുന്നു. അത് പിന്നീട് 1935 ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അത് സാർവത്രിക വോട്ടവകാശം എന്നുള്ള നിലയിലേക്കൊരു നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ജാതി, മത, ലിംഗ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ സാർവത്രിക വോട്ടവകാശത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കപ്പെടുന്ന ന്യൂസിലൻഡിൽ പോലും 1893 സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ 33% സംവരണത്തിന് വേണ്ടി 1996 മുതൽ നിരവധി ബില്ലുകൾ കൊണ്ടുവന്ന് പരാജയപ്പെട്ടുപോയി. അവസാനം 2010 രാജ്യസഭയുടെ കവാടം കടന്നു കിട്ടിയത്. അങ്ങനെ 2023 മാത്രമാണ് വനിതാ സംവരണ ബില്ല് പാസ്സായിട്ടുള്ളത്. പക്ഷേ ഇന്നും പാർലമെൻറ്റിൽ നമ്മുടെ വനിതാ സംവരണത്തിൻ്റെ തോതെന്താണ്? 14%. ആഗോള വ്യാപകമായിട്ട് 26.5% ആണിപ്പോൾ നിലവിലുള്ളത്. കേരളത്തിൽ മാത്രമാണ് 2009 പഞ്ചായത്തി രാജ് നിയമ ഭേദഗതിയിലൂടെ വനിതാ സംവരണം 50% ഉയർത്തി മാതൃക കാണിച്ചിട്ടുള്ളത്.